ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. തരിശുഭൂമിയിൽ ചെണ്ടുമല്ലി വിരിയിച്ച കുടുംബശ്രീ പ്രവർത്തകർ. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെട്ട സാന്ത്വനം അയൽക്കൂട്ടമാണ് പുക്കൂത്ത് മഞ്ഞിലാംകുന്നിൽ 1 ഏക്കറോളം വരുന്ന തരിശുഭൂമി പാട്ടത്തിനെടുത്ത് ചെണ്ടുമല്ലി വിളയിച്ചെടുത്തത്. ഓണം പൂവിപണി ലക്ഷ്യമിട്ട് പ്രദേശവാസിയും നഴ്സുമായ PP വിനുവാണ് 1 ഏക്കർ തരിശുഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്ന സാന്ത്വനം അയൽക്കൂട്ടം കൃഷി തങ്ങളുടെ ഓണം പദ്ധതിയായി ഏറ്റെടുത്തു. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ മനോഹരമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഓണത്തിന് മറുനാടൻ പൂക്കളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും നമ്മുടെ മണ്ണിലും ഇത്തരം കൃഷി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനും സാധിച്ചതായി PP വിനു പറഞ്ഞു. ഞങ്ങൾ പൂക്കൃഷി തുടങ്ങണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യും കാര്യങ്ങളും ഞങ്ങൾ വാങ്ങിയത് കൃഷിഭവന് വേണ്ടിയിട്ടാണ്. അങ്ങാടിപ്പുറം കൃഷിഭവനിൽ നിന്നാണ് ഇതിൻ്റെ തയ്യും കാര്യങ്ങളും വാങ്ങിയത്. പിന്നെ ഇതിപ്പോൾ ഇത്തവണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സീസണിൽ തന്നെ ഒരു 60 കിലോളം നമ്മൾ വിപണനം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്കിവിടെ പാണ്ടിക്കാട് ഇതുണ്ട്, ചന്തയുണ്ട്, ഓണച്ചന്തയുണ്ട്. അപ്പോൾ ഓണച്ചന്തയിൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുമായി നമ്മൾ ഇതായിട്ട് അവിടെ വിപണനം നടത്താനാണ് ഇപ്പോൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മഞ്ഞ നിറത്തിലുള്ള മല്ലിയാണ് അധികം ഉള്ളതെങ്കിലും ഇടയ്ക്കിടെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളും തോട്ടത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. സാന്ത്വനം അയൽക്കൂട്ടം സെക്രട്ടറി KV വർഷയുടെ നേതൃത്വത്തിലാണ് ചെടികളുടെ പരിപാലനം നടന്നത്. ഞങ്ങളിത് തുടങ്ങിയത് ഞങ്ങൾ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ CDSന് കീഴിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ 11, 12, 13, 14 തീയതികളിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഓണച്ചന്ത നടക്കുന്നുണ്ട്. ആ വിപണിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു വിപണി ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം വിളവെടുത്തു. ഇനി ഞങ്ങൾ ഇതിൽ മുന്നേറാമെന്നാണ് വിചാരിക്കുന്നത്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എല്ലാവരുടെയും സഹകരണവും ഇതോടൊപ്പം 100 കിലോയ്ക്ക് മുകളിൽ പൂക്കൾ ഇതിനോടകം വിൽപ്പന നടത്തി. പാണ്ടിക്കാട് കുടുംബശ്രീ ചന്തയിലെ പ്രധാന ഇനവും ഇവിടുത്തെ ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ TK റാബിയത്ത് ഉദ്ഘാടനം ചെയ്തു. അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ CDSനും അതുപോലെ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ വാർഡിൽ ഇങ്ങനെ ഒരു കൃഷി നടത്തി എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഇതുവരെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് ചെമ്പ്രശ്ശേരി മാത്രമാണ് ഇത് ഒരു കൃഷി അല്ലേ, ചെമ്പ്രശ്ശേരിയാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. പക്ഷെ അത് ഇങ്ങനെ ഇത്ര വിപുലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 1 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ ഇത് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കൃഷിയിൽ കൂടി ഇവർക്ക് നല്ല ലാഭം കിട്ടി നല്ല ഒരു വരുമാനമാക്കി ഈ കുടുംബത്തിന് കിട്ടട്ടെ. CDS പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ ഒരു വർഷത്തെ ഓണക്കാലത്ത് നമുക്ക് നമ്മുടെ ഓണച്ചന്തയിൽ ഈ ചെണ്ടുമല്ലി നമുക്ക് എത്തിക്കാൻ സാധിക്കും. പുറത്തുനിന്നുള്ള തമിഴ്നാടിൻ്റെ പൂക്കളെ ഇറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിലുണ്ടായിട്ടുള്ള ഈ ഒരു പൂവിനെ നമുക്കവിടെ എത്തിക്കാനും വിപണിയിൽ എത്തിക്കാനും അവർക്കൊരു വരുമാനം കണ്ടെത്താനും സാധിച്ചതിൽ പാണ്ടിക്കാട് കുടുംബശ്രീയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതിൽ തന്നെ അറിയിക്കുകയാണ്. CDS അംഗങ്ങളായ K ദേവകി, P സെലീന, ഭാരവാഹികളായ T ശാന്ത, MK സുഹറ, പ്രസീജ, കരിമ്പിൽ മൈമൂന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.